ഹലോ ഗെയിംസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുന്നത് നമ്മൾ GTA San Andreasന്റെ വെബ് സീരീസും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നൈസായിട്ട് നമ്മളൊരു പുതിയ വീടും കാര്യമൊക്കെ മേടിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെ വീടിൻ്റെ മുറ്റത്തും കാര്യങ്ങളൊക്കെയാണ് ഗെയ്സ്. അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ സർവീസിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഉള്ളത് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് നെയ്ബറെല്ലാം കണ്ടുപിടിച്ചുകൊണ്ട് തന്നെ ഈ ഒരു ബൈക്കും ഈ ഒരു ബുള്ളറ്റും കാര്യമൊക്കെ നമ്മളെ നെയ്ബറിൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ ഇന്നത്തെ ട്രാവലിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്നെന്താ വിശേഷം എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഗൈസൊക്കെ, നമ്മളെ ഗ്രോവ് സ്ട്രീറ്റിൽ വിളിച്ചിന് ഗൈസ്. വേറെ ഒന്നുമില്ല ഗൈസൊക്കെ, നമ്മളെ റൈഡർ വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളെ പിള്ളേർ നമ്മളെ ഗ്രോവ് സ്ട്രീറ്റ് മെമ്പേഴ്സ് ബല്ലാസിനോട് ജസ്റ്റ് വന്ന് പോയിട്ട് അടിയാക്കും കാര്യമൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. ആ ഒരു അടിയും കാര്യങ്ങളൊക്കെ സീനായിട്ട് ഇപ്പം ബല്ലാസ് റിവെഞ്ച് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞത്. ബല്ലാസിൻ്റെ ഗെയിം മുഴുവൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകണമെന്നല്ലാണ് ഗൈസ് നമ്മളെ റൈഡർ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞത്. നമുക്ക് എന്തായാലും നമ്മളെ ബൈക്ക് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ ബല്ലാസിൻ്റെ സ്ഥലത്തേക്ക് പോകണം ഗൈസ്. ബല്ലാസിൻ്റെ സ്ഥലത്തേക്കല്ല, സോറി ഗൈസ്, നമ്മളെ ഗ്രോവ് സ്ട്രീറ്റിലേക്ക് നമുക്ക് പോകണം നേരെ. നമ്മൾ നൈസായി നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ കയറി ഒക്കെ നമ്മളെ കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതവിടെ ഇക്കട്ടെ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളെ റൈഡറും കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഗണ്ണും ആർമറും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ടാണ് നമ്മൾ നേരെ പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ നൈസായിട്ട് നമ്മൾ റൈഡർ നമ്മളെ വിളിച്ചിട്ട് ഒരു ലൊക്കേഷൻ അയച്ചു നൈസ്, അങ്ങോട്ട് വന്നു. അവിടെ റൈഡർ ഉണ്ടാവുന്നതാണ് നൈസ് നമ്മൾ പറഞ്ഞത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെല്ലണം ഗൈസ്. അവിടെ റൈഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നൈസ്. അപ്പോൾ ഈ ബുള്ളറ്റിനും കാര്യങ്ങളൊക്കെ തീരെ കൺട്രോളും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അതാണ് എല്ലാ സ്ഥലത്തും അങ്ങ് ഡ്രിഫ്റ്റായിട്ട് പോകുന്നുണ്ട്. ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. നമുക്ക് പുള്ളിക്കാരനോട് പറയണം ഗൈസ്. പുള്ളിക്കാരൻ ഉപയോഗിക്കാണ്ട് വെച്ചൊരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഇത്. അതുകൊണ്ടാണ് നമ്മളെ പുള്ളിക്കാരൻ പറഞ്ഞത്. ഇതായി നമുക്ക് നേരെ നമ്മളെ റൈഡറുള്ള ലൊക്കേഷനിലേക്ക് നേരെ കത്തിച്ച് വിട്ടേക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ നൈസായിട്ട് നമ്മളെ റൈഡർ പറഞ്ഞ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എത്താനായി ഗൈസ്. നേരെ താഴോട്ടാണ് ഗൈസ് നമ്മളെ റൈഡർ പറഞ്ഞ ലൊക്കേഷനും കാര്യങ്ങൾക്കൊക്കെ. തീരെ ഹാൻഡ്ലിങ്ങും കാര്യങ്ങളൊന്നും ഈ വണ്ടിക്കില്ല ഗൈസൊക്കെ, കുഴപ്പമില്ല ഗൈസൊക്കെ. എന്തായാലും നമുക്ക് നേരെ താഴോട്ട് തന്നെ പോയേക്കാം. ഇവിടെ എവിടെയാണ് ഗൈസ് നമ്മളെ റൈഡർ പറഞ്ഞതൊക്കെ. മുന്നോട്ടൊരു താഴോട്ടുള്ളൊരു കുന്നും കാര്യങ്ങളും തന്നെ കാണും ഗൈസ് നമ്മളെ മാപ്പിൽ. ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് നേരെ പിടിച്ച് പോയേക്കാം ഗൈസ്. ചിലപ്പോൾ നമ്മൾ എത്തുമായിരിക്കും. അങ്ങനെ നമ്മൾ റോഡും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് ഗൈസ്. ഇതുവഴി തന്നെയാണ് ഗൈസ്. ഇവിടെയാണെന്നാണ് പറഞ്ഞത് ഗൈസ് നമ്മളെ റൈഡറും കാര്യങ്ങളൊക്കെ. ഇവിടെ എന്താണെന്ന് അറിയില്ല ഗൈസ്, എന്തോ ഡീലും കാര്യങ്ങളൊക്കെ റൈഡർ സെറ്റാക്കുന്ന സമയത്താണ് ഗൈസ് നമ്മൾ ഗ്രോവ് സ്ട്രീറ്റിൽ നിന്ന് വീഡിയോയും കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്തായാലും നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നമ്മളെ ബുള്ളറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അകത്ത് കയറ്റി വെക്കണം ഗൈസ്. ഗൈസ് ഇത് കയറാൻ കുറച്ച് പണിയുണ്ട്. അത് സീനല്ല ഗൈസ്, നമുക്ക് പെട്ടെന്ന് കയറ്റാവുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അല്ലേ നമ്മളെ വണ്ടി ഇവിടെ നിർത്തി വെച്ചിട്ട് നമുക്ക് നേരെ ഉള്ളിൽ കയറിയിട്ട് നമ്മളെ റൈഡറും കാര്യങ്ങളൊക്കെ നോക്കി വെക്കാം ഗൈസ്. അപ്പോൾ നമ്മളെ പുള്ളിക്കാരനും കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു നൈസ്. ഒരു ഡീലിലും കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ പോയതാണെന്ന് അറിയുന്നത്. നമ്മൾ പുള്ളിക്കാരൻ വിളിച്ചിട്ട് നമുക്ക് നേരെ വണ്ടിയിൽ കയറി പോകാൻ കഴിയും. നമ്മളെ ഗ്രോവ് സ്ട്രീറ്റില്ല, നമുക്ക് നേരെ നമ്മളെ ഗണ്ണിൻ്റെ ഷോപ്പും കാര്യങ്ങളൊക്കെ പോകണം ഗൈസ്, ആർമറും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട്. അതാണ് ഈ ഇനി പണിയെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനോട് സംഭവം പുള്ളിക്കാരൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ഗാങ്ങിലുള്ളൊരു ചെക്കുണ്ട്, ജീക്സൺ എന്ന് പറഞ്ഞൊരു ചെക്കൻ. അവനും കാര്യങ്ങളൊക്കെ നമ്മളെ ബല്ലാസിൻ്റെ ഒരുത്തനോട് പോയിട്ട് നൈസായിട്ട് ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിന് ഗൈസ്. അതാണ് ഗൈസ്, അതാണ് സംഭവം. സീനും കാര്യങ്ങളും എന്താണെന്ന് ആരും മനസ്സിലായി. റൈഡറിനൊരു കോൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളൂ ഗൈസ്, അതായത് ഗ്രൗണ്ട് മെമ്പർ ആയിട്ടാണ്. നമുക്ക് കറക്റ്റ് എന്താ സംഭവം എന്ന് അറിയണമെങ്കിൽ നമുക്ക് എന്തായാലും നമ്മൾ ജീക്സിൻ്റെ അടുത്ത് ചോദിക്കണം ഗൈസ്. ഇപ്പോൾ നേരെ പോകുന്നത് നമ്മളെ അമ്യൂനേഷനിലും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. ഒരു തോക്കും ആർമറും കാര്യങ്ങളൊക്കെ മേടിക്കണം. അയ്യോ ഗൈസ് തീരെ ഹാൻഡ്ലിങ് ഇല്ല, എന്നാലും കുഴപ്പമില്ല ഗൈസ്, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഇത് പിടിച്ച് പോകാം. ഇത് നമുക്ക് നേരെ പോകാം ഗൈസ്. അങ്ങനെ നൈസായിട്ട് നമ്മൾ അമ്യൂനേഷനിലും കാര്യങ്ങളൊക്കെ എടുത്തി നൈസ്. ഇവിടുന്ന് നൈസായിട്ട് ഒരു യൂട്ടേണും കാര്യങ്ങളൊക്കെ എടുക്കണം. ഇതാണ് അമ്യൂനേഷനും കാര്യങ്ങളൊക്കെ. ഇവിടെ ATM കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇവിടെ ആയിട്ട് നമ്മളെ വണ്ടിയും കാര്യങ്ങളൊക്കെ നിർത്തിയേക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് വണ്ടി തുടങ്ങിയിട്ട് നമുക്ക് നേരെ അകത്ത് കയറിയിട്ട് നമ്മളെ ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ചേക്കാം ഗൈസ്. അപ്പോൾ നൈസായിട്ട് നമ്മളെ ആർമറും കാര്യങ്ങളൊക്കെ നമ്മൾ മേടിച്ച് നൈസൊക്കെ. ആർമറും ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ച് നൈസൊക്കെ. ഇതാണ് ഗൈസ് ഒരു ഗണ്ണ്. തിരിച്ച് നല്ല പ്രൈസ് ആയിട്ടുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. അയ്യോ റൈഡർ മാറിക്കുന്നത് ഇവനെ നമ്മളെ മുമ്പിൽ തന്നെ വരുന്നുണ്ട് ഗൈസ്. ഇത് മാത്രമല്ല ഗൈസ്, ഇനിയും ഗണ്ണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇത് നമ്മളൊരു M4 എന്നൊരു ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഗൈസ്. M4A1 കാര്യങ്ങളൊക്കെയാണ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ഗണ്ണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഗൈസ്. അത്യാവശ്യം നല്ല രീതിക്ക് വെടിവെക്കാനെല്ലാം പറ്റും. നല്ല രീതിക്ക് ബുള്ളറ്റ് ഉണ്ട് ഗൈസ്. പവറും അത്യാവശ്യം നല്ലതാണ്. പിന്നെ കുറച്ച് ആർമറും കാര്യങ്ങളൊക്കെ മേടിച്ച് നൈസ്. അപ്പോൾ അങ്ങനെ കുറച്ച് ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് നമ്മൾ മേടിച്ചത്.
നമുക്ക് നേരെ നമ്മളെ വണ്ടിയും കയറിയിട്ട് നമുക്ക് നേരെ സ്ഥലത്തേക്ക് വിട്ടേക്കാം ഗൈസ്. നമുക്ക് റിവേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളെ ഗ്രോവ് സ്ട്രീറ്റിലേക്കാണ് ഗൈസ് ഇനി നേരെ പോകാൻ പോകുന്നത്. അവരൊരു ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഗൈസ്. ഓക്കെ, ആ സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് എത്തണം ഗൈസ്. എന്തായാലും നമുക്ക് പെട്ടെന്ന് കത്തിച്ചനെ വിടണം ഗൈസ്. ഇതിൻ്റെ അകത്തുള്ള നമ്മളെ കത്തിച്ച് വീണം നമ്മളെ ഗ്രോവ് സ്ട്രീറ്റിലേക്ക് നേരെ. എന്ന് വെച്ചാൽ അഥവാ അവന്മാർ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ റൈഡർ ഇല്ല. പിന്നെ നമ്മളെ ബിഗ് സ്മോക്കും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലൈസ്ഡ് ആണ് ഗൈസ്. ബിഗ് സ്പോക്കിനും കാര്യങ്ങളൊക്കെ എന്തോ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ കാലിനെല്ലാം എന്തോ കുഴപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് നമ്മളെ ബിഗ് സ്മോക്ക് ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളെ സ്വീറ്റ് നമ്മളെ സിറ്റിയിലില്ല ഗൈസ്. വേറെ ഏതോ സിറ്റിയിലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് സ്വീറ്റും കാര്യങ്ങളൊക്കെ ഈ വാറിൽ പങ്കെടുക്കാൻ പറ്റില്ല ഗൈസ്. ഇപ്പം നമ്മളെ ബെല്ലാസ് അടിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടാളും, അതായത് നമ്മളെ റൈഡറും നമ്മളെ ഷാജിയും കാര്യങ്ങളൊക്കെ. ഷാജീനെ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മളാണ് ഷാജി ഗൈസ്. ഓക്കെ, അത് ഞാൻ ആദ്യത്തെ എപ്പിസോഡിൽ പറയാൻ പറഞ്ഞത്. ഈ ഷാജിയും റൈഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഗൈസ് അവർക്ക് അടിച്ച് പിടിക്കാൻ പറ്റും അവരെ മുമ്പിൽ. അല്ലെങ്കിൽ എന്തായാലും നമ്മളും കാര്യങ്ങളൊക്കെ നമ്മളെ മെമ്പേഴ്സിനും കാര്യങ്ങളൊക്കെ അവരടിച്ചിട്ട് അവർ പോകും ഗൈസ്. അതുകൊണ്ട് നമുക്ക് നേരെ കത്തിച്ച് ഗ്രോവ് സ്ട്രീറ്റിലേക്ക് വിട്ടേക്കാം ഗൈസ്. ഗൈസ് അങ്ങനെ നൈസായിട്ട് നമ്മളെ ഗ്രോവ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ എത്തിയിന് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് ഫൈറ്റും കാര്യങ്ങളും ഉണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്. ഇത് നമുക്ക് നേരെ പിടിച്ചിട്ട് നമ്മളെ ഗ്രോവ് സ്ട്രീറ്റും കാര്യങ്ങളൊക്കെ എത്തും ഗൈസ്. ഇവിടെ ബെല്ലാസിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയെന്ന് അറിയില്ല ഗൈസ്. ഓക്കെ, സീനും കാര്യങ്ങളൊന്നും കാണില്ല, ക്ലീൻ ഏരിയ ആണ് ഗൈസ്. ഓക്കെ, ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ അവർ മൊത്തം ഒരു സ്ഥലത്ത് ഒളിച്ചിട്ടാണ് ഗൈസ് ഉള്ളത്. എൻ്റെ അമ്മ ഗൈസ്, നമ്മൾ നേരെ റൈഡറിൻ്റെ ബിഗ് സ്മോക്കിൻ്റെ വീട്ടിൻ്റെ വറാന്തയിൽ അങ്ങ് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. അടിച്ച് പൊട്ടിച്ച് നേരെ പോയിന് കേസൊക്കെ. നമ്മളെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ട് ഗൈസ്. അത് വേറൊരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ അതോ ആൾക്കാർ കൂടി വന്നാൽ എന്തായാലും ഇനി നമുക്ക് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കണം ഗൈസ്. ഒക്കെ നമ്മൾ തോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തെടുത്തിന് ഗൈസ്. മിക്കവാറും ഇപ്പം തന്നെ വരും ഗൈസ്. എന്തായാലും നമുക്ക് ഇവിടെ കാത്തിക്കണം ഗൈസ്. ഒക്കെ നമ്മളെ ഷീൽഡും കാര്യങ്ങളൊക്കെ ബാക്കി നമ്മളെ മച്ചാന്മാർ ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. ഓക്കെ, അങ്ങനെ ഐസായിട്ട് നമ്മളെ ബെല്ലാസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഒക്കെ ഒരു സ്ക്വാഡും തന്നെ ഉണ്ട് ഗൈസ്. ഒക്കെ നമ്മളെ ബെല്ലാസിൻ്റെ റിവെഞ്ചും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിന്. ഒക്കെ നമ്മളെ ബാക്കപ്പും കാര്യങ്ങളൊക്കെ വന്നിന് ഗൈസ്. ഇഞ്ചോ മോനെ വെടിയും കാര്യങ്ങളൊക്കെ തുടങ്ങി ഗൈസ്. റൈഡറെ വെടിവെക്കാൻ തുടങ്ങിക്കോളാം. ഇഞ്ചൊമ്മ ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളെ ഇതും കാര്യങ്ങളൊക്കെ കടന്നിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ ഗൈസ്, നമ്മളെ ഷൂട്ടിൻ്റെ ബട്ടണും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് തരുന്നുള്ളൂ. ഓക്കെ നമുക്ക് ഓക്കെ അപ്പോൾ നമുക്ക് നാളെ വെടിവെക്കാനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരം കേസ് ഒരേ വെടിയാണ് നടക്കുന്നൊക്കെ. നമുക്ക് നൈസായിട്ട് നമുക്ക് നേരെ വെടിയൊക്കെ പോകുന്നുണ്ട് ഗൈസ്. ഓക്കെ, നൈസായിട്ട് നമുക്ക് എല്ലാത്തിനും അടിച്ചിട്ടുണ്ട് ഗൈസ്. എൻ്റെ ഒമ്മ ഗൈസ് ഒരുത്തന്നെ കൊണ്ടിട്ടുണ്ട്. ഒരുത്തൻ ഡൗൺ. അയ്യോ ഗൈസ്, നമ്മളെ ഗണ്ണിൻ്റെ റീലോഡും ഒക്കെ പൊട്ടി ഗൈസ്. കെടുത്തിനും കഴിച്ച് അത്തിന് എൻ്റെ ഒമ്മ ഗൈസ്. ഇവന്മാർ എൻ്റെ ഒമ്മ സീനാണൊക്കെ തിരിച്ചും നമ്മൾ വെട്ടിനോട്. അത്രയേ ഉള്ളൂ. നമ്മളെല്ലാം വെച്ചാൽ ഡൗൺ രണ്ട് ഡൗൺ വെക്കൊക്കെ ഇൻ്റെ അമ്മ കേസ്. നമ്മളെ അടിക്കുന്നുണ്ട്. അടി ശിവരം അത്യാവശ്യം നമ്മളെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് കേസ്. വന്നിട്ട് കേസ് ഒരു പൂരം തന്നെയാണ് നടക്കുന്നത് കേസ് ഇവിടെ. ഉയ്യോ കേസ്, തൃശ്ശൂർ പൂരമാണ് ഇവിടെ നടക്കുന്ന. വെടിയോൻ്റെ വെപ്പിൻ്റെ അടി കൊണ്ട് ഇവിടെ നൈസായിട്ട് അടി. നമ്മളെ ഓക്കെ ഒരുത്തണ്ടാവും ഇവിടെ. ഓക്കെ ഡൗൺ. ഒരുത്തന് ഇവിടെ അത്രേ ഉള്ളൂടാ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ. സോ പിന്നെ വീഡിയോ വന്ന എല്ലാവരും ലൈക്കും ഷെയർ സബ്സ്ക്രൈബും അടിച്ചേക്കുക. പിന്നെ പ്രത്യേകിച്ച് നിങ്ങൾ വീഡിയോ മാത്രമല്ല ഉണ്ട് നമ്മളെ കമൻറ്റും ചെയ്തേക്കുക. സോ ബൈ.